ഹലോ നമസ്കാരം. അപ്പോൾ മകരമാസം 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയും കറിയും കിട്ടി. കഞ്ഞിയും കറിയും കുടിച്ചിട്ട് ചൂരമീൻ ഇരിപ്പുണ്ടായിരുന്നു. അടുക്കളയിലോട്ട് കറി വെക്കാനായിട്ട് കയറി. അപ്പോൾ കറി വെക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ തക്കാളി, സവാള, കറിവേപ്പില, കുറച്ച് വടക്കംപുളി വെള്ളത്തിലിട്ടത്. ഇപ്പം അടുപ്പിലിട്ടാണ് കറി വയ്ക്കുന്നത്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത്. തീ കുറവായിരുന്നു അടുപ്പിൽ. അപ്പോൾ കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നപ്പം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത്. പച്ചമുളകിൻ്റെ നിറം ഒന്ന് മാറി വന്നപ്പോഴും സവാള ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത്. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുത്ത്. പഴുത്ത തക്കാളിയായിരുന്നു. ഒന്ന് ഇളക്കി കൊടുത്ത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വാടി കിട്ടും. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്തപ്പോൾ ദാണ്ടേ ഇങ്ങനായി കിട്ടി. തക്കാളിയൊക്കെ ഒന്ന് വാടി, മുളകൊക്കെ ഒന്ന് നല്ലതുപോലെ വാടി. പിന്നെ അതിലോട്ട് ആ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയപ്പം അതിലോട്ട് ആ വടക്കംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചൂരമീൻ ഇട്ട് കൊടുത്ത്. കറി നല്ല രീതിക്ക് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ഒഴിച്ചുകറി വെക്കാമെന്ന് കരുതി മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഒരിത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം പൊടിയില്ലായിരുന്നു, കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത്. പിന്നെ ഒരു 3-4 ഉലുവ, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ട് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് കടുകിട്ട്, വറ്റൽമുളകില്ലായിരുന്നു, പിന്നെ അതിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത്. കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് തക്കാളി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ വെച്ച് അടച്ചിട്ട് എടുത്തപ്പോൾ ഇതേപോലെ ഇരുന്നു. പിന്നെ അതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ വിചാരിച്ച് കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. 2 ദിവസം ആയ കൊഞ്ചാണ്. അത് കറി വെക്കേണ്ട വറുക്കാമെന്ന് കരുതിയിട്ട് ആ കൊഞ്ച് കഴുകി എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിച്ചതുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അതൊന്ന് വറുത്ത് കോരിയെടുത്ത്. അപ്പോൾ മീൻകറി റെഡിയായി. എൻ്റെ ഈ പരുവത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കൊഞ്ചും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത്. നമ്മളെ മോര് കറിയുണ്ട്. അപ്പോൾ ബൈ.